അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ റിസൾട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ആ റിസൾട്ടിൽ യൂണിഫോമിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സെർട്ടൈൻ അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസിനെയാണ് നമ്മൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ അതിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 1 എന്ന് പറയുന്നത് റിലേറ്റഡ് വിത്ത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസീസ്, 2 വാല്യുവേഷൻ ഓഫ് ഇൻവെൻട്രി, 3 ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുന്ന സമയത്ത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഒന്നുകിൽ നെറ്റ് എക്സാമിലൊക്കെ നമ്മൾ കണ്ടത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 7 ഏതാണ് ഡീൽ ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും ചോദിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ ലിസ്റ്റുകൾ കംപ്ലീറ്റ് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതുപോലെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും നമുക്ക് നോക്കാനുണ്ട്. സോ ഇപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 4 കണ്ടിൻജൻസീസ് ആൻഡ് ഈവൻറ്റ് ഒക്വയറിങ് ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്, അങ്ങനെ താഴോട്ട് 32 വരെ ഈ ലിസ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.